അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഹജ്ജിന് പോകുവാൻ തീരുമാനമെടുത്ത് ഒരുങ്ങി നിൽക്കുന്ന ഹാജിമാരോട് ചില കാര്യങ്ങൾ ഈ ക്ലിപ്പിലൂടെ സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ഒന്നാം ക്ലിപ്പിൽ നമ്മൾ പറയുകയുണ്ടായി തികഞ്ഞ ഇഖ്ലാസ് ഉണ്ടാവണമെന്ന്. ഇതിലൂടെ നമ്മൾ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഹജ്ജ് കർമ്മം പഠിപ്പിച്ചത് അത് നമ്മൾ പഠിച്ചിട്ടായിരിക്കണം ഹജ്ജിന് നമ്മൾ പോവേണ്ടത്. കുറേ ആളുകളുണ്ടാകും, അവരൊക്കെ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യാം എന്ന് ചിന്തിക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപം എങ്ങനെയാണോ അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കർമ്മം നിർവഹിച്ചപ്പോൾ സഹാബാക്കളോട് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് മൻസക്കുകൾ, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എടുക്കുക, സ്വീകരിക്കുക, പഠിക്കുക എന്ന്. അതുകൊണ്ട് ഹജ്ജിന് പോകുവാൻ തീരുമാനമെടുത്ത ഓരോരുത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹജ്ജ് എങ്ങനെയാണോ അത് നന്നായി പഠിച്ച് ഹജ്ജിന് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.